ഹലോ ഫ്രണ്ട്സ്, ഹാപ്പി ന്യൂ ഇയർ. ഞാൻ ലൈവ് ചെയ്യാമെന്ന് വിചാരിച്ചാണ്. കുറച്ചിങ്ങനെ ഒരു കൊല്ലം കഴിഞ്ഞല്ല, അപ്പോൾ ടൈപ്പ് ചെയ്യൽ നടക്കൂല, എഴുതാൻ ഒരുപാട് ഇങ്ങനെ എഴുതൽ എളുപ്പമല്ല. അപ്പം പിന്നെ ഞാൻ വിചാരിച്ച് ഈ ലൈവ് ചെയ്യാം. ലൈവ് ചെയ്താലുള്ള പ്രശ്നം പിന്നെ ആരെങ്കിലുമൊക്കെ വരും. ഇതിനൊക്കെ ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് വിളമ്പണം, ഈ കുടുംബകാര്യവും മറ്റുള്ള കാര്യങ്ങളൊക്കെ പൊതുവെ പലരും പറയാറുണ്ട്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ സോഷ്യൽ മീഡിയ ഉള്ളൂ. ഇപ്പം അതിൽ കുറച്ച് ഫ്രണ്ട്സ് ഞാനിതുപോലെ പറയണില്ല ബാങ്കിൻ്റെ പേരും ഇൻഷുറൻസ് കമ്പനിയുടെ പേരൊന്നും. ഒരു വട്ടം ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ ഭാഗത്തുനിന്ന് ഒരു ലൈഫ് ഇൻഷുറൻസ് അല്ല, മറ്റേ യൂലിപ്പ് പ്ലാൻ ആട്ടാ. അപ്പോൾ അതിൻ്റെ ഹെൽത്ത് അല്ല. അപ്പോൾ അതിൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ട് ഞാൻ പോസ്റ്റ് ഇട്ട്, ഞാനൊരു വേറെ ഗ്രൂപ്പ് ഉണ്ട്, അതിലിട്ട്. അപ്പോൾ അതിൽ നിന്ന് ഒരുപാട് എൻക്വയറീസ് വന്ന്, സജഷൻ വന്ന്, അവരടുത്തെത്തി. അവരപ്പോൾ തന്നെ പൈസ പേഴ്സണലായിട്ട് എനിക്ക് തന്നു. GST റിട്ടേൺ ചെയ്യാത്തൊരു കേസായിരുന്നു. പക്ഷെ അതിപ്പോഴും കോംപ്ലിക്കേഷൻ ഇപ്പോഴും നമ്മളെടുത്തുണ്ട്. അത് എന്തുകൊണ്ട് കിട്ടിയില്ല എന്നൊക്കെ ഉള്ളത്. പക്ഷെ അത് താഴേക്കിടയ്ക്കുള്ളവരെ ജോലിനെ ബാധിക്കുന്നു പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ ആ പോസ്റ്റൊക്കെ റിമൂവ് ചെയ്തു. പക്ഷെ ഞാൻ പറയുന്നത് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു ചെറിയ സാധനമല്ല. പിന്നെ നമുക്ക് പറയാനുള്ളതും കാര്യങ്ങളൊക്കെ ഇതിലിട്ട് കഴിഞ്ഞാൽ ഒരു തെളിവായിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് എടുക്കും. ഞാനിപ്പോൾ ഇത് വേറെയുള്ള തെളിവുകൾ നിരത്താനും പല കാര്യങ്ങളും പഴയ കാര്യങ്ങളൊന്നും പറയാനല്ല. അത് ഞാൻ വരാം. എൻ്റെ കാര്യങ്ങൾ, എൻ്റെ ലൈഫ്, ഒരു ഓർമ്മയുള്ള കാലം തുടങ്ങി, ഓർമ്മയുള്ള കാലത്ത് അപ്പം മരിച്ച് 7 വയസ്സിൽ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ജീവിതം, അതൊക്കെ പിന്നീട് പറയാം. അപ്പം എന്തിനത് ഇതിൽ പറയണമെന്ന് തോന്നും. കേൾക്കണ്ടാത്തവർക്ക് കേൾക്കണ്ട. പക്ഷെ ഇപ്പം ഞാനതൊന്നും പറയാനല്ല വന്നത്. എൻ്റെ 2025 കഴിഞ്ഞ്. അപ്പം ഞാനൊരു ലാസ്റ്റ് വീഡിയോ ഏപ്രിലിൽ ഇട്ടതാണ്. ഞാൻ സ്ഥിരമായിട്ട് ഇങ്ങനെ റീൽസൊക്കെ ഇങ്ങനെ വൈഫും മോനൊക്കെ ആയിട്ടുള്ള വീഡിയോസൊക്കെ ഇടും, കാണും, ഒരു സന്തോഷം. മെയിനായിട്ട് തന്നെയാണ്. ഞാൻ ഈ ഗൾഫിലൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് പല വീഡിയോസും എൻ്റെ ഫോണിൽ നിന്നൊക്കെ മിസ്സായി. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ ഇതിലിട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് പിന്നെ എപ്പോഴും ഉണ്ടാവുമല്ലോ എന്നുള്ളൊരു ഇതാണ് നമ്മളിതിൽ കാണുന്നത്. അങ്ങനെ ഇട്ടിരുന്നാണ്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏപ്രിലിൽ 2025 അത്യാവശ്യം ഒരു നല്ലൊരു പണി കിട്ടി. ആ പണി കിട്ടിയ വഴികൾ, പണി കിട്ടാനുണ്ടായിരുന്ന കാരണങ്ങൾ, അത് ഒക്കെ ഈ പറഞ്ഞ പോലെ ഒരുപാടുണ്ട് പറയാൻ. അതൊക്കെ പറയാം. അതുപോലെ ഇത്രയും കാലം ഞാൻ അനുഭവിച്ചതും ഞാൻ ഇങ്ങനെ ആയതും ഇവിടെയൊക്കെ എത്തിയതൊക്കെ പറയാൻ ഒരുപാടുണ്ട്. ഒന്നും നിങ്ങൾക്കിപ്പോൾ കേൾക്കാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. താല്പര്യമുള്ളവർക്ക് കേൾക്കാം. ഇപ്പം താല്പര്യം ഇല്ലെങ്കിലും ഇതൊരു ഇതായിട്ട് കേൾക്കാൻ ഞാൻ ഇനി ഒരു വീഡിയോ ആയിട്ട് വരും. ഇപ്പം ഞാൻ വലിച്ചു നീട്ടണില്ല. ഞാനിപ്പോൾ വന്നത് വേറെ ഒന്നിനുമല്ല, 2025 കഴിയണ്. എനിക്ക് 25-ലുണ്ടായിരുന്ന സംഭവങ്ങളും അതിൽ ഒരുപാട് പേരെ സഹായങ്ങളൊക്കെ ഉണ്ടായി. അതുകൊണ്ട് ഞാനിപ്പോഴും അതിജീവിച്ച്. അപ്പം അതൊന്ന് നന്ദി പറയാൻ. ബാക്കിയുള്ള കാര്യങ്ങളും ഇതൊക്കെ ഞാനിങ്ങനെ ഒഴിവാക്കിയാലും അത് ഒഴിവാവില്ല, അത് പിന്നെയും വരും. അങ്ങനെ നമ്മൾ എത്ര ക്ഷമിച്ച് മാറിയാലും അത് ഇങ്ങോട്ട് വരും. അത് വരുമ്പോൾ പിന്നെ പ്രതികരിക്കും. ഇപ്പം അത് പോട്ടെ. ഞാൻ പറഞ്ഞു വന്നത് 2025 ഏപ്രിലിൽ നമ്മളെ രണ്ടാമത്തെ പ്രസവം കുട്ടി ഉണ്ടായി. അതെന്ന് വെച്ചാൽ 5 മാസമായിട്ട് 6 മാസം തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഓഗസ്റ്റിൽ ആയിരുന്നു ഡെലിവറി ഡേറ്റ്. പ്രീ എക്ലാംസിയ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പിന്നെ അത് കോംപ്ലിക്കേറ്റ് ആവാനുള്ള കാരണങ്ങളും കുറേ ഉണ്ട്, അതൊന്നും പറയണില്ല. അതൊക്കെ അങ്ങോട്ട് കഴിയട്ടെ. അങ്ങനെ അത് പ്രസവിക്കുന്നതിന് മുമ്പ് നമ്മളോട് ഞാൻ ഹോസ്പിറ്റലും കാര്യങ്ങളും പേരൊന്നും പറയണില്ല. അതൊക്കെ പറയേണ്ടി വന്നാൽ പറയാം. ഇപ്പം അതൊന്നും ഞാൻ ഇതാക്കണില്ല. അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ പറഞ്ഞ് ഗൈനക്കോളജിസ്റ്റ് വിഭാഗം പറഞ്ഞ് കുട്ടീനെ കിട്ടൂല, കിട്ടിയാൽ ഡിസേബിലിറ്റി ഉണ്ടാവും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനിവിടെ നിന്ന് പോയി. ഞാൻ വർക്ക് ചെയ്യണ സ്ഥലത്തുനിന്ന്, ഇന്തോനേഷ്യയിൽ വർക്ക് ചെയ്യണം. ഇവിടെ നിന്ന് ഞാൻ വൈഫിനെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പോയി. അവളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. നമുക്കൊരു മോനുണ്ട്, ഇനി വേണമെങ്കിൽ നമുക്ക് വേറെ നോക്കാം, പോട്ടെ. അങ്ങനെ ഞങ്ങൾ ഒപ്പൊക്കെ ഇട്ട് കൊടുത്ത്. ഇപ്പോൾ ശ്വാസം ഉണ്ടാവും, കാരണം 5.5 മാസമായിട്ടുണ്ടായിരുന്നു. 25 ആഴ്ച ആയില്ല. അപ്പം ശ്വാസം കൊടുക്കണ്ട എന്നുള്ളതിൽ നമ്മൾ അതിനൊക്കെ ചെയ്ത് കൊടുത്ത് പ്രസവിച്ചപ്പോൾ കുട്ടിക്ക് ശ്വാസം ഉണ്ട്. അപ്പോൾ അവർ ഡിപ്പാർട്ട്മെൻറ്റ് മാറി, ഗൈനക്കോളജിസ്റ്റ് മാറി, പിന്നെ മറ്റേ പീഡിയാട്രിഷ്യൻ കുട്ടികളെ ഇതിലേക്ക് മാറല്ലേ. അപ്പോൾ അവർ പറഞ്ഞത് അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവർ NICയിൽ എടുത്തുകൊണ്ട് പോയി. അപ്പോൾ ഹോസ്പിറ്റലിൽ തന്നെ NICയിലിട്ട്. അങ്ങനെ പിന്നെ അവരെ PR വിഭാഗമൊക്കെ വന്നിട്ട്, അപ്പോൾ അവർ നമ്മളോട് ഹോസ്പിറ്റലിലുള്ള ഡോക്ടറായാലും പറഞ്ഞത് 80% ചാൻസ് ഒന്നുമില്ല, 20% ചാൻസ് ഉണ്ട്, കിട്ടിയാലും എന്തെങ്കിലും ഡിസേബിലിറ്റി ഉണ്ടാവുന്നതാണ്. ഈ ലോകം അറിയാല, കയ്യും കാലും കണ്ണും മൂക്കുള്ളവർക്ക് ജീവിക്കാൻ പറ്റണില്ല. അപ്പം അങ്ങനത്തെ ഒരു മോളാണ് പെൺകുട്ടി. ഇല്ല, ആണായാലും പെണ്ണായാലും സെയിം.
ഞാൻ ആഗ്രഹിച്ചിരുന്നതാണ്. കാരണം എനിക്ക് പെങ്ങന്മാരില്ല. ആദ്യത്തെ തന്നെ എനിക്ക് പെൺകുട്ടി വേണമെന്ന് ആഗ്രഹമായിരുന്നു. ആ മോനായി, അൽഹംദുലില്ലാ, നല്ല മോൻ. അതുകൊണ്ട് വിഷമമൊന്നും ഉണ്ടായില്ല. വൈഫിന് പേടിയായിരുന്നു, എനിക്ക് മോളെ ഇഷ്ടമായതുകൊണ്ട് ഇനിയിപ്പം അതൊന്നുമില്ല, നല്ല ഒരു ഇതായിട്ട് പോവായിരുന്നു. 5 വർഷം, മോനക്ക് 5 വയസ്സായി. അപ്പോൾ അറിയതില്ലുള്ളവരൊന്നും ഇപ്പോൾ വേറെ ആൾക്കാരൊന്നും അല്ല, അറിയണ ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറയണം, അപ്പം അങ്ങനെ മോള് ഒന്ന് ജനിച്ചത്. അപ്പോൾ ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. നമ്മൾ വേണ്ടാന്ന് ഓൾറെഡി പറഞ്ഞ്. വൈഫ് സർജറി കഴിഞ്ഞ് സിസേറിയനായിരുന്നു. ഈ പറഞ്ഞ 640 ഗ്രാമായിരുന്നു കുട്ടി ജനിച്ചപ്പോൾ. ഇപ്പം പൊതുവെ അറിയാലോ, 2.5-3 കിലോ ഉണ്ടാവും കുട്ടികൾ. അത് ഓൾറെഡി ഒരാഴ്ച വെള്ളം പോയിട്ട് അവർക്ക് വാട്ടർ ലീക്കാണ് ഉണ്ടായത്, ഫ്ലൂയിഡ് ലീക്കായിട്ട്. ഈ പറഞ്ഞ പോലെ ഒരാഴ്ച അവരവിടെ ഹോൾഡ് ചെയ്ത് വെച്ചേക്കായിരുന്നു. ഞാൻ അവിടെ ചെന്നിട്ടാണ് പിന്നെ ഇത് ഡോക്ടർ തന്നെ പറഞ്ഞു, ഇനി ഇൻഫെക്ഷൻ ആവും, വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. അവർ നോക്കി ഒരു 32 ആഴ്ച വരെയൊക്കെ ആണെങ്കിൽ സേഫ് ആണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ 25 ആയിട്ടുണ്ടായിരുന്നുള്ളൂ, 6 മാസം ആയിട്ടില്ല. അപ്പം പറ്റൂല എന്നുള്ള ലെവൽ വന്നപ്പോഴാണ് സർജറി നടത്തിയതും കുട്ടി. അപ്പോൾ അന്ന് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ഇന്ത്യയുടെ നിയമം പറയണത് 24 ആഴ്ച കഴിഞ്ഞാൽ നമുക്കങ്ങനെ ചെയ്യാൻ പറ്റില്ല, മേഴ്സി കില്ലിങ് ഇല്ല. ഞാൻ പറഞ്ഞു, എന്നെ പോലീസ് അറസ്റ്റ് ചെയ്തോട്ടെ, കുഴപ്പമില്ല. ഞങ്ങളപ്പോൾ ഇത് കുട്ടി വരും, അയ്യ ഖബറൊക്കെ വെട്ടി. ഇപ്പോൾ ഇത് വീഡിയോ മോള് വലുതായി കഴിഞ്ഞാൽ ചിലപ്പോൾ കാണും, കണ്ടോട്ടെ. നമ്മളിപ്പോൾ ഇതൊന്നും, എനിക്കിതിലൊന്നും ഒരു അറിയില്ല, ഈ കാര്യങ്ങളല്ല. ഇനി ഇതിലും വലിയ കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാനുണ്ട്, അതും ഞാൻ പറയാൻ വരും. ഞാൻ വളർന്നതും ഇങ്ങനെ ആയതും എല്ലാ കാര്യങ്ങളും കുറേ ഒരുപാടുണ്ട് പറയാം. അതോടെ കേട്ടെ, എല്ലാം കൂടി പറഞ്ഞ വലിയ വീഡിയോ ആവും. ഇതിപ്പോൾ ഇത് 2025 മാത്രം ഒന്ന് സംസാരിക്കാൻ വന്നതാണ്. അപ്പോൾ അങ്ങനെ എന്താ പറഞ്ഞ് പറ്റൂല, മേഴ്സി കില്ലിങ് ഇല്ല. ഞങ്ങൾ ഖബറൊക്കെ വെട്ടി. അവളെ വൈഫിൻ്റെ ആഗ്രഹമായിരുന്നു, അവളെ ഉമ്മ മരണപ്പെട്ടു, ഉമ്മയുടെ അടുത്ത് അടക്കണം. അങ്ങനെ അടക്കാൻ വേണ്ടി ഖബറൊക്കെ ഉണ്ടാക്കി സ്വീകരിക്കാൻ വേണ്ടി നിൽക്കണം. ഞാൻ പറഞ്ഞു, മോള് വലുതാവുമ്പോൾ കാണണമെങ്കിൽ ആളുണ്ട് പറഞ്ഞു. അപ്പോൾ ഇപ്പോഴും ആശുപത്രിയിലാണ്. 2 ദിവസം മുമ്പ്, ഇപ്പം ഇന്ന് 1-ാം തീയതി 30-ാം തീയതി ഒരു ന്യൂ ഇയർ അവിടെ ഹോസ്പിറ്റലിൽ ആണ്. കിടാവിന് എന്തെങ്കിലും ഒരു കോൾഡ് വന്നാൽ ശ്വാസം കിട്ടൂല, ഓക്സിജൻ പോകും, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെയാണ്. ഇപ്പോൾ 8 മാസമായി. ഏപ്രിൽ 28-ാം തീയതി പ്രസവിച്ചപ്പോൾ 8 മാസമായി. പക്ഷെ ആള് ഇപ്പോഴും 3-3.5 കിലോ ആയിട്ടുള്ളൂ. അത് ഇവിടെ എത്തിയിട്ടുണ്ടല്ലോ, അൽഹംദുലില്ലാ. ആള് ഇപ്പോൾ ഉണ്ട്, ജീവനുണ്ട്. അതുണ്ടാവാനുള്ള കാരണം ഞാൻ പറയാം. ഇപ്പം ഞാൻ വർക്ക് ചെയ്യണ കമ്പനിയിൽ എൻ്റെ ബോസ് ഉമ്മയുടെ മാമ പ്രാൻകുട്ടിയാമ. അപ്പോൾ PR വന്നിട്ട് പറഞ്ഞ്, ഒരു ദിവസം ഈ ചികിത്സക്ക് ഏകദേശം കഴിഞ്ഞ് വരുമ്പോൾ ഒരു 25-30 ലക്ഷം ആവും എന്ന് പറഞ്ഞു. എൻ്റെ കയ്യിൽ അതിനുള്ള വകുപ്പില്ല. കുറേ കാലമായി പണിയെടുത്തെന്ന് പറഞ്ഞാൽ ഗൾഫിൽ 4 കൊല്ലം ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഈ പറഞ്ഞ കല്യാണവും കാര്യങ്ങളൊക്കെ നടത്തി വീടൊക്കെ നന്നാക്കി കല്യാണം കഴിച്ച് ഇവിടെ വന്ന് ഒരു പാർട്ടീഷൻ്റെ പൈസ ഉണ്ടായി കൊടുത്ത്. പിന്നെ ഒരു കമ്പനി തുടങ്ങി, ഫ്യൂസോ ഇടമുട്ടം. അവിടെ ഒരു 10 ലക്ഷത്തോളം ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു. ആ പൈസ ഏകദേശം ഇപ്പോൾ തീരുമാനമായിട്ട് നടക്കണം. ഇത്രയും വലിയ പ്രശ്നം ഉണ്ടായിട്ടും അത് കിട്ടിയിട്ടില്ല. നാട്ടുകാരൊക്കെ സഹായിച്ച് കിട്ടാനുള്ള പൈസ കിട്ടിയില്ല. അതങ്ങനെ ഒരു ഇതിക്ക് എടുക്കണം. 10 ലക്ഷം അതെൻ്റെ സമ്പാദ്യമാണ് ഇവിടെ വന്നിട്ടുള്ളത്. പിന്നെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു 3-5 ലക്ഷം. എനിക്കറിയാം പ്രസവത്തിന് ഒരു 1 ലക്ഷത്തിന് മേലൊക്കെ ആവും. പിന്നെ സ്വർണ്ണമൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ച് 3-5 ലക്ഷം ഇവിടെ ഒന്നും ഉണ്ടാക്കിയത് തന്നെ. പിന്നെ ഞാൻ കുറച്ച് ജീവിച്ചിരുന്നു. നാട്ടിൽ വരുമ്പോൾ കാറൊക്കെ എടുത്ത് അങ്ങനെ നടന്ന് അവിടെ ഇവിടെയൊക്കെ പോയി. കാരണം ഞാൻ കല്യാണത്തിന് മുമ്പ് വരെ ഒന്നും ജീവിച്ചിട്ടില്ല. വീട്ടിൽ ഉപ്പാടെ പെൻഷൻ കൊണ്ടായിരുന്നു ഞങ്ങൾ ജീവിച്ചിരുന്നു. ഇപ്പോൾ എയർഫോഴ്സിലായിരുന്നു. ആ പെൻഷൻ കൊണ്ട് ആദ്യം ഉണ്ടായിരുന്നത്, ഞാൻ 10-ാം ക്ലാസ്സിൽ വരെ ഉമ്മയുടെ വീട്ടിലായിരുന്നു. അവിടെ നിന്ന് വന്നു. പിന്നെ ആ പെൻഷനിൽ കഞ്ഞിയും പയറും എന്ന് പറയാം, അത് കഴിച്ച് ജീവിച്ചിരുന്നതാണ്. പിന്നെ എൻ്റെ ഒരു കസിനുണ്ട് ഇജാസ്, അവനൊക്കെ വരുമ്പോഴാണ് എന്തെങ്കിലുമൊക്കെ ഭക്ഷണം ഞാൻ നല്ലതൊക്കെ കഴിക്കാൻ അവൻ്റെ കൂടെ പോവാറ്. പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഈ പിസ്സ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിച്ചു തുടങ്ങി. ഗൾഫിൽ പോയാലും ഞാൻ ആ പൈസ ചായ കുടിക്കില്ല, സിഗരറ്റ് വലിക്കില്ല, വെള്ളം കുടിക്കില്ല. പൈസ ഉള്ളത് സേവ് ചെയ്ത് നാട്ടിലുള്ളപ്പോഴും പൈസ നാട്ടിൽ 10-24 വയസ്സ് വരെ MBA കഴിഞ്ഞ് 21 വയസ്സിൽ MBA കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊരു 3 കൊല്ലത്തോളം അവിടെ നാട്ടിൽ തന്നെ നിന്ന് പല പരിപാടികൾ, ഷെയർ മാർക്കറ്റിംഗ് ഉണ്ടായിരുന്നു. പിന്നെ പലതും ചെയ്തിട്ടുണ്ട്. പറയാം, അതൊക്കെ ഞാൻ പറഞ്ഞില്ല, ഓരോ ഇതിൽ പറയാം. അള്ളച്ചയായാലും പലിശക്കൊടുപ്പായാലും പലതും. പിന്നെ സ്വന്തം ഇത് തന്നെ ആയിട്ടൊരു പൈസ കൊടുത്ത് ബിസിനസ്സിൻ്റെ അതിൽ കൊടുത്ത് പകുതി ഞാൻ മേടിച്ച് പകുതി ആൾ കൊടുത്ത്. അതിലേക്ക് ഞാൻ അത് ഞാൻ പറഞ്ഞു, അതിലേക്കൊക്കെ വരാനുണ്ട്. അങ്ങനെ പകുതി കച്ചവടങ്ങൾ കുറേയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ കാശ് കുറേ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ അങ്ങനെ സ്ട്രഗിൾ ചെയ്ത് നിന്നിരുന്നു. ഇതുവരെ കുഴപ്പം. അപ്പം ഭയങ്കര ഇത്തിരി ഒന്നും എൻജോയ് ചെയ്തിരുന്നു. കല്യാണമൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് ഭക്ഷണം കഴിക്കാനും പുറത്തു പോകാനും വെക്കേഷൻ വരുമ്പോൾ ഒക്കെ അടിച്ച് പൊളിക്കും. അപ്പോൾ ഓരോ വെക്കേഷൻ എനിക്ക് 2 ലക്ഷം അഹങ്കാരമാണ്, എന്നാലും 6 മാസത്തിലൊക്കെ വരുമ്പോൾ 2-3 വരെ ചിലവായിട്ടുണ്ട്.
ഞാൻ വിചാരിച്ചു എന്തിനാണ് ഇപ്പോൾ വീടുണ്ട് കാര്യങ്ങളുണ്ട് ഒക്കെ ഒരു മോനുള്ളൂ. അപ്പം അങ്ങനെ കാശ് വലിയ സേവിങ്സ് ഉണ്ടായിരുന്നില്ല. ഞാൻ ഈ വേളയിൽ പറയുന്നത് പൈസ എല്ലാവരും സേവ് ചെയ്യാം, വെറുതെ നാശാക്കി കളയേണ്ട. പൈസക്ക് പൈസ തന്നെ വേണം. പക്ഷെ എന്നെ സംബന്ധിച്ച് പറഞ്ഞില്ലേ, ഞങ്ങൾ വർക്ക് ചെയ്യണ കമ്പനി 25-30 ലക്ഷം ആവും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറ്റൂല, എന്നെ കൊണ്ട് പറ്റൂല, എൻ്റെ കയ്യിൽ ഇല്ലപ്പ അത്രയും പൈസ. എൻ്റെ കയ്യിൽ 5 ലക്ഷമുണ്ട്, വൈഫ് ഉണ്ട്. പിന്നെ ഇങ്ങനെ ഒരു കണ്ടീഷൻ, കുട്ടിയുടെ കേസ് ഉറപ്പില്ല, ഇങ്ങനത്തെ ഒരു കുട്ടീനെ കിട്ടിയിട്ട് എന്താണ്. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല. പിന്നെ ഈ ഹോസ്പിറ്റലുകാർ വെറുതെ പറയണോ എന്താണ്, അല്ല അവർ പറഞ്ഞ പോലെയൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ. കുട്ടീനൊക്കെ കിട്ടി. അപ്പോൾ നമ്മൾക്കപ്പം അന്ന് അറിയില്ല, സംശയം അത് വെറുതെ പറയണാണോ. അപ്പോൾ ഞാൻ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാനുള്ള തീരുമാനത്തേക്കൊക്കെ. അപ്പോൾ സീറ്റില്ല. പെട്ടെന്ന് ചോദിക്കുമ്പോൾ സീറ്റ്, ഞാൻ മെഡിക്കൽ കോളേജിൽ പിറ്റേ ദിവസം പോയി അന്വേഷിച്ച് അവിടെ സീറ്റില്ല. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ പറഞ്ഞ എൻ്റെ മാമ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പേടിക്കണ്ട, ഒന്നും എന്ത് ചിലവ് വന്നാലും അമ്മ നോക്കിക്കോളാന്ന് പറഞ്ഞു. 10-30 ലക്ഷം ഉറുപ്പിയാണ് ആ സമയത്ത് പറയണത്. അത് ഞാൻ നെയ്യത്താക്കിയാണ്, ചെയ്യേണ്ട, എവിടെയും കൊണ്ടുപോകണ്ട. കാരണം യാത്രാ അപകടമാണ് ആ സമയത്ത്. 6 മാസം ആയിട്ടില്ല, 140 ഗ്രാമുള്ള കുട്ടീനെയും കൊണ്ട് മെഡിക്കൽ കോളേജിലേക്ക് പോകണ്ട. അങ്ങനെ ആ ഒരു ധൈര്യത്തും അപ്പം തന്നെ കുറച്ച് പൈസ അയച്ചു, വെറുതെ തരാന്നല്ല പറഞ്ഞു, അയച്ചും തന്നു. പിന്നെ പറഞ്ഞ പോലെ ഒരുപാട് സഹായം വിചാരിക്കാത്ത. അതിൽ ആദ്യം എന്നോട് പൈസ വേണമെന്ന് ചോദിച്ചത് റുബാസ് അളിയൻ, എൻ്റെ അമ്മയുടെ മരുമ. മൂപ്പര് ആദ്യം എന്നോട് വേണമെന്ന് ചോദിച്ചാൽ അക്കൗണ്ട് നമ്പർ ചോദിച്ചു, ഞാൻ കൊടുത്തില്ല. ആദ്യം എനിക്ക് അറിയില്ല, ഞാൻ പൈസ ഒന്നും ആരെയും ഇങ്ങനെ സമാഹരിച്ചിട്ട് ഒരു ചികിത്സ നടത്തണം ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. അങ്ങനെ നടത്തണ്ട, എൻ്റെ കയ്യിൽ ഉണ്ടെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൽ പോവുക, അവിടെ ചെയ്യാൻ പറ്റിയ ചെയ്യുക, ഇല്ലെങ്കിൽ വേണ്ട. കാരണം എൻ്റെ ഇല്ലാത്ത പൈസ വല്ലവരെല്ലാം പൈസ കണ്ടിട്ട് എനിക്ക് അങ്ങനെ അങ്ങനെ ഇതാക്കിയിട്ടില്ല. ഞാൻ ജീവിച്ചിട്ടുള്ളത് പട പെൻഷൻ, ഉമ്മാടെ കാശ്, ഉമ്മാടെ കൂടെ നിന്ന് ജീവിച്ചിട്ടുള്ള ആൾ. അവിടെ അങ്ങനെ തന്നെയാണ് എല്ലാവരും ജീവിച്ചിട്ടുള്ളത്. ഉമ്മാടെ കൂടെ നിൽക്കുമ്പോൾ ഉമ്മാടെ കൂടെ ഉമ്മയാണ് നോക്കിയിട്ടുള്ള എല്ലാവരും, എൻ്റെ മൂത്തവരായാലും ഇളയവരായാലും. എനിക്ക് ഇളയതില്ല, മൂത്തവർ. അപ്പോൾ എനിക്കിങ്ങനെ ആരെയൊന്നും അങ്ങനെ വലിയ കടപ്പാടുകൾ ഉണ്ടായിട്ടില്ല. ഇപ്പം നല്ല കടപ്പാടായി. അത് കഴിഞ്ഞ് കുഞ്ഞിൻ്റെ കുഞ്ഞ് പൈസ തന്നത് മാത്രം. ഞാനവിടെ 4 മാസമായിരുന്നു ഹോസ്പിറ്റലിൽ. ഏകദേശം 1.5 ഫുഡ്, ആളെക്കൊണ്ട് ആ ഫുഡ് പാടേടായി. അവസാനം മക്കൾ വന്ന സമയത്ത് നോക്കാൻ പാടുണ്ടായിരുന്നില്ല, കണ്ടലേനും കാര്യങ്ങൾ. പിന്നെ കുഞ്ഞാമ്മമാടെ ആളെ കൊണ്ട് ഒരാളെ ശക്തി എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, നമുക്കൊരു ധൈര്യം. അത് കുഞ്ഞാമ്മയുടെ ഭാഗത്തു നിന്ന് ഒരു വട്ടം ബ്ലഡ് കിട്ടാനും ഒക്കെ ആയാലും പിന്നെ നമുക്ക് എന്തിനൊരു ധൈര്യമായിട്ട് ഉണ്ടല്ലോ, ഒരാളുണ്ട് എന്നുള്ളൊരു തോന്നൽ വന്നത് കുഞ്ഞാമ്മ. പിന്നെ പറഞ്ഞ് പൈസ തന്നത് കുഞ്ഞു ആയിക്കോട്ടെ, കുഞ്ഞിൻ്റെ മക്കൾ ബിൻസിത്ത, ഫജിലുക്ക, അത് കൂടാണ്ട് അളിയന് ബിൻസിത്താടെ ഹസ്ബൻഡ് എന്നോട് നാട്ടിൽ വന്നപ്പോൾ പറഞ്ഞു, ആരോടും പറയണ്ട, രഹസ്യമായിട്ട് എന്ത് വേണമെങ്കിലും ചോദിച്ചോ, ആരും അറിയണ്ട, നടക്കടി ചോദിക്കാം. ചോദിച്ചോ, അത്രയും ധൈര്യം തന്നു. നവമിത്ത ചോദിച്ച് വേണോ, ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. അളിയൻ പിന്നെ ആരണം വൈഫിൻ്റെ തട ഹസ്ബൻഡ്, ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. ചോദിച്ചോ, ജൂയിത്ത വല്യാമ്മ തന്നു, പെൻഷൻ റിട്ടയർഡായ മൂപ്പര് തന്നു. അല്ല, തന്നത് പറയാനാണ്. ഈ ഒരു മുഹൂർത്തത്തിൽ ഞാൻ അങ്ങനെ പറയുന്ന ഒരാളാണ്. പണ്ട് എന്നെ പഠിപ്പിക്കാൻ മമ്മക്ക്, എൻ്റെ മാമ എന്നും പറയും, കുടുംബമാണ്, പക്ഷെ ഞാൻ മമ്മക്കാന്ന് വിളിക്കല്. കാരണം ഇപ്പം നമ്മൾ കൂടുതൽ റിച്ച് ആയിട്ടുള്ള ആൾക്കാരെ മാമാന്ന് വിളിക്കണം എന്നുള്ള ഒരു പരിഹാസമൊക്കെ ആ സമയത്തുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ മമ്മക്കാന്ന് വിളിച്ച് ശീലിച്ച്. ശരിക്കും കുടുംബം തന്നെയാണ്, പടം അതിലത്തൂടെ തന്നെയാണ്. പക്ഷെ ഞാൻ മമ്മക്കാന്ന് വിളിക്കുന്ന ബഹുമാനം ഇല്ലാണ്ടല്ല. ഇനിയിപ്പോൾ അത് ആൾക്കാർ വിചാരിക്കുമ്പോൾ ഇപ്പോൾ പൈസക്കാരൻ മാമ എന്ന് വിളിക്കണതാണ്. അതുകൊണ്ട് മമ്മക്ക. എനിക്ക് ഡിഗ്രി കഴിഞ്ഞ സമയത്ത് ജോലി വെച്ച് നീട്ടിയാണ്. അന്ന് ഡിഗ്രിക്ക് +2 കഴിഞ്ഞ സമയത്ത് എന്നോട് എവിടെ പഠിക്കണം എന്ന് ചോദിച്ച് ഞാൻ അസ്മാബി പഠിക്കണം എന്ന് പറഞ്ഞു. അവിടുത്തെ അഡ്മിഷൻ്റെ ഫീസും കാര്യങ്ങളൊക്കെ തന്നു, പഠിപ്പിച്ച് ജോലി വെച്ച് നീട്ടി. അപ്പോൾ ഡിഗ്രിക്ക് എനിക്ക് അവിടെ നിന്ന് പോകാൻ പറ്റിയ സാഹചര്യം ആയിരുന്നില്ല, വീട്ടിൽ ഒറ്റക്കായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് PG ചെയ്ത് MBA ചെയ്ത്. അപ്പോൾ പിന്നെ പഠിപ്പ് കൂടിയാൽ എനിക്ക് അവിടെ ജോലി തന്നില്ല, എന്നാലും വിസ എടുത്ത് തന്ന് ജോലി. ആ 2025 മാത്രം നമുക്ക് സംസാരിക്കാം. അപ്പോൾ പറഞ്ഞു വന്നത് സഹായം. വല്യാമ്മ ജൂക്ക, വല്യാമ്മയുടെ മോൻ ജിഫിക്ക, ഇവരൊക്കെ പൈസ. പിന്നെ ആയിരുന്നു കുഞ്ഞുൻ്റെ ബിൻസിത്തനോ, പിന്നെ ആയിരുന്നു ബിൻസിത്ത, ഫജിലിക്ക, മൂത്തുമ്മ എന്നൊക്കെ പറഞ്ഞാൽ ഒരു വരുമാനം ഇല്ല. താവ് മരണപ്പെട്ട് ആ മൂത്തുമ്മ പെൻഷൻ്റെ കാശെടുത്ത് വെച്ചിട്ട് എനിക്ക് കൂട്ടി വെച്ച് തന്നു. മറ്റേ ഷാഫിക്ക ഞാൻ തന്നത് പറയണം. ഇതിലൊക്കെ ഉപരി അസ്മാബി, എൻ്റെ BCom പഠിച്ചിരുന്നവിടുത്തെ കൂട്ടുകാർ. ഞാനവിടെ കൊടുങ്ങല്ലൂർ ക്യാൻറ്റീനിലൊക്കെ ഭയങ്കര എക്സ്പെൻസീവാണ് ഫുഡ്. ഞാൻ പുറത്ത് പോയി ഫുഡൊക്കെ മേടിക്കും. 3-4 മാസം അവിടെ ഉണ്ടായിരുന്നു. NICയിലായിരുന്നു കുട്ടിയിട്ട. അപ്പോൾ ഞങ്ങൾ വേറെ റൂം എടുത്തിട്ട് ഹോസ്പിറ്റലിൽ നിൽക്കായിരുന്നു, ഞാനും മോനും വൈഫും കൂടി. അപ്പോൾ എനിക്കതിന് ലീവ് വന്ന്, ലീവ് സാലറി എന്താണെന്ന് അറിയില്ല. മാമയുടെ മെയിൻ എൻ്റെ ബോസ് മാമ. അത് കാരണമാണ് ഞാൻ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത്, ഞാനും വൈഫും ജീവിച്ചിരിക്കും. ഞങ്ങൾ ജീവനൊടുക്കാമെന്ന് വിചാരിച്ചൊരു സമയം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾക്ക് ശക്തി തന്നത് മാമ. പിന്നെ കുഞ്ഞിൻ്റെ സപ്പോർട്ട്, കുഞ്ഞാമ്മയുടെ ഒരു സപ്പോർട്ട്, ഇതായിരുന്നു സപ്പോർട്ട്. ഫിനാൻഷ്യലി സഹായിച്ചവരെ ഞാൻ പറയണമല്ലോ 2025
ഇങ്ങനെ പിന്നെ അസ്മാബിയിലുള്ള കൂട്ടുകാരെ അറിഞ്ഞിട്ട് അവൻ്റെ ഒരു കൂട്ടുകാരൻ കൊടുങ്ങല്ലൂർ വെച്ച് എന്നെ കണ്ടിട്ട് അവർ പറഞ്ഞിട്ട് ഗ്രൂപ്പിൽ നിന്ന് ഒരുപാട് സംഖ്യ, ഞാൻ വിചാരിക്കാത്ത സംഖ്യ എൻ്റെ ഡിഗ്രി ഫ്രണ്ട്സ് പിരിവിട്ട് തന്നു. അതിൽ റൈസൽ എനിക്ക് സ്പെഷ്യൽ ഒരു വേറെ പേഴ്സണലായിട്ട് അവൻ്റെ ഡിഗ്രിക്ക് പഠിച്ച ഫ്രണ്ട്, മാമാടെ മാമാടെ മോൻ അഫ്സൽക്ക, അതിനായിട്ട് ഒരു അധികം ഒന്നും വലിയ പരിചയങ്ങളില്ല, വല്ല കല്യാണത്തിനോ പരിപാടിക്കോ കാണുന്ന മൂപ്പര് എനിക്ക് പൈസ അയച്ചു തന്നു. അറിഞ്ഞിട്ടില്ലാരും അറിഞ്ഞും പിടിച്ചും വന്ന് അറിഞ്ഞിട്ട് തന്നതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ എൻ്റെ ഇക്ക, രണ്ടാമത്തെ ഇക്ക, പൈസ എൻ്റെ അടിച്ചിട്ടുണ്ടായിരുന്നു, അതിൽ കൂടുതൽ എനിക്ക് ഇങ്ങോട്ട് അയച്ചു തന്നു, എനിക്ക് പൈസ തന്നു. പിന്നെയും വേണമെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞ എൻ്റെ ഉണ്ട്, പൈസ ഉണ്ട്. പലരും ചോദിച്ചിട്ടാ വേണോന്ന്, ഞാൻ വേണ്ടാന്ന് പറഞ്ഞ് ഒഴിവാക്കി. പിന്നെ ചോദിക്കാണ്ട് തന്നവരെ ഇതാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഈ കൊല്ലം ഞാൻ വിചാരിച്ചിരുന്നു ഞാൻ ഒറ്റക്ക് മതി, ആരും വേണ്ട, നമ്മൾ കുറച്ച് ജോലിയും കാശൊക്കെ ഉണ്ടപ്പോൾ ഒന്നുമല്ല, നമുക്കൊരു കുരു വന്നാൽ തീരാവുന്നതുള്ളൂ. ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടായിരുന്നില്ല, അപ്പം അതും കൂടി ഒരു അഡ്വൈസ് ഉണ്ട് കേട്ടോ, എല്ലാവരും ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക. പക്ഷെ ഹെൽത്ത് ഇൻഷുറൻസ് കുറെ പറ്റിപ്പും പരിപാടികളൊക്കെ ഉണ്ട്, അതുകൊണ്ട് നല്ലത് നോക്കി എടുക്കുക. ഇപ്പം ഞാൻ ഒരെണ്ണം എടുത്ത്, പക്ഷെ എൻ്റെ മോളെ അതിൽ ചേർക്കാൻ പറ്റില്ല, കാരണം അവർക്ക് ഇപ്പോൾ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് പറ്റില്ല. ഞാനും വൈഫും മോനും കൂടി ഉള്ളത് ഇപ്പോൾ ഒരെണ്ണം എടുത്തിട്ടുണ്ട്, ഞാൻ കമ്പനി ഒന്നും പറയുന്നില്ല. അപ്പോൾ മോളെപ്പോഴും പറ്റൂല, കാരണം ആൾ ഈ ഫുൾ ഇതല്ലല്ലോ, ഇപ്പോഴും ഹോസ്പിറ്റലിലാണ്. അതിനൊക്കെ നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി നവംബറിൽ 3 ദിവസം NIC കിടന്നപ്പോൾ 60,000 റുപ്യായിരുന്നു. അതൊരു ഇറങ്ങിയപ്പോൾ 1.5 ലക്ഷം. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് വീണ്ടും ഹോസ്പിറ്റലിൽ. ആ കൊല്ലം നവംബറിൽ, ഡിസംബർ വലിയ കുഴപ്പമില്ലാണ്ട് പോവായിരുന്നു. ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്. ഇപ്പം എനിക്ക് മാസം ശമ്പളം വന്നിട്ടുണ്ട്. അപ്പം അതങ്ങോട്ട് തീരുമാനമോ, അതാണ് നമ്മളെ അവസ്ഥ. അത് അവസ്ഥ പറയാൻ വന്നതല്ല കേട്ടാ, ഞാൻ നന്ദി പറയാൻ വന്നതാണ്. അപ്പം ഇതൊക്കെ ആ ജനിച്ച സമയത്ത് ബ്ലഡ് മാറ്റണം, ബ്ലഡ് B നെഗറ്റീവ് ബ്ലഡ് കുടുംബത്തില്ല, മഹലിലില്ല. ഞാനൊരു മെസ്സേജ് കണ്ട് ഒരു ഇലക്ഷൻ കഴിഞ്ഞ സമയത്ത് കിട്ടിയിരുന്നു. എന്നിട്ട് ഒരു സഖാവ് ചേട്ടൻ, ഞാൻ പറഞ്ഞ മതവും കാര്യം എനിക്ക് പണ്ടേ ഇല്ല, എനിക്കില്ല, മറ്റുള്ളവർ മനസ്സിലാക്കാൻ ഞാൻ പറഞ്ഞതാണ്. അപ്പം ആരുന്നില്ല, നമുക്കൊരാൾ വന്ന് ബ്ലഡ് തന്ന് പോയി. ഞാൻ പൈസ വെച്ച് നീട്ടി, വേണ്ട, സ്വന്തം വണ്ടിയിൽ പെട്രോൾ അടിച്ച് വന്നിട്ട് പോയി. അത് കഴിഞ്ഞ് പിന്നെയും ബ്ലഡ് മാറ്റേണ്ടി വന്നു. അത് കൊടുത്ത ആൾക്ക് പിന്നെ 6 മാസത്തിന് കൊടുക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ കുഞ്ഞാമ്മ ഗ്രൂപ്പിൽ, കാളമുറി ഗ്രൂപ്പിൽ നിന്നൊക്കെ അറിയിച്ചിട്ട് അവിടെ നിന്ന് ഓട്ടോ ഓടിച്ച് നടക്കുന്ന ഒരു ചേട്ടൻ ഓട്ടോയിൽ വന്നിട്ട് ബ്ലഡ് തന്നിട്ട്, ഞാൻ ഇതുപോലെ തന്നെ, നമുക്കൊരു വിഷമല്ല, ഞാനിങ്ങനെ നമ്മളിങ്ങനെ ഒന്നും കണ്ടിട്ടില്ല, ശീലിച്ചിട്ടില്ല, കാശ് വെച്ച് നീട്ടാണ്, കാശിനല്ല അവർ വരുന്നത്. അപ്പം കാശ് കൊണ്ടായത് അങ്ങനെ, ബ്ലഡ് കൊണ്ട് എന്തിന്. ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞ കുഞ്ഞുൻ്റെ വീട്ടിൽ ഭക്ഷണം മേടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോവായിരുന്നു. കുഞ്ഞുന് വയ്യ, എന്നാലും കുഞ്ഞു ഒന്നരാടം ഭക്ഷണം ഉണ്ടാക്കി അവിടെ വെക്കും, ആദ്യം കൊണ്ടു തരുമായിരുന്നു. പിന്നെ ഞാൻ പോയി മേടിക്കാന്ന് പറഞ്ഞാൽ ഞാൻ പോയി മേടിക്കാം. അപ്പോൾ ഓട്ടോക്കാരൻ നമ്മളെ കാര്യം അറിഞ്ഞപ്പോൾ 120 റുപ്യാണ് അവിടെ നിന്ന് ഓട്ടോ. അപ്പം 100 റുപ്യ മേടിക്കാൻ തുടങ്ങി ചില അറിയണ നമ്മളെ. അപ്പം പറയാം, നാട്ടുകാർ മൊത്തം ആനെക്കൊണ്ടായതും സഹായം ഞാൻ സ്വീകരിച്ച്. ഞാൻ വിചാരിച്ചിരുന്നില്ല ഇങ്ങനെ ഒന്നും വരുന്നു. ഇപ്പോഴും അത് കഴിഞ്ഞിട്ടില്ല, അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് കാര്യത്തിൽ എന്താവും അറിയില്ല. ഈ പറഞ്ഞ പോലെ ഓരോ സമയങ്ങളിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ 2 വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും അറിയാൻ പറ്റുള്ളൂ. ഇപ്പോഴും ഒന്നും അച്ചീവ് ആയിട്ടില്ല, ഒക്കത്തിനും പ്രശ്നങ്ങൾ കിടക്കുക. പക്ഷെ അത് വളർച്ചക്കനുസരിച്ച് ശരിയാവും എന്ന് വിചാരിക്കണം. പക്ഷെ എന്നാലും 2025 ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ഒരുപാട് അവരോട് കടപ്പാടായി. ഇപ്പോൾ തന്ന ഇപ്പം ഞാൻ ഈ പറഞ്ഞ ആൾക്കാരിൽ നിന്നൊക്കെ ആരെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടോയെന്ന് എനിക്ക് വിഷമമുണ്ട്. ഞാൻ പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ ഇതൊരു വീഡിയോ ഇനി എഡിറ്റ് ചെയ്യാനൊന്നുമില്ല, ഞാൻ ജസ്റ്റ് അപ്ലോഡ് ചെയ്യാൻ ഇതിങ്ങനെയൊക്കെ എടുക്കട്ടെ എന്ന് വെച്ചിട്ട് ചെയ്യണതാണ്. അപ്പം വല്ലവരും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സോറി. ഞാൻ എന്തായാലും ഇത് മാത്രമല്ല, ഇതുകൊണ്ട് അവസാനിക്കില്ല, ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല, എല്ലാം ഞാൻ ക്ഷമിച്ച. ഇപ്പോഴും കുശുമ്പും പ്രാക്കും ഒക്കെ ഇങ്ങനെ ഓരോ ഭാഗത്തു നിന്ന് നടക്കണം. വീണ്ടും ഹോസ്പിറ്റലിൽ കഴിയാണ്ട് ഇങ്ങനെ എന്ത് ചെയ്യുന്ന അറിയാണ്ട് ഇങ്ങനെ നിൽക്കുക. ശരിയാവും, ഇത്രയൊക്കെ അതിജീവിച്ചല്ല, ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, കുഴപ്പമില്ല, ആൾ ഉഷാറായിട്ട് വരുന്നുണ്ട്. പിന്നെ അസുഖങ്ങൾ എന്തായാലും വലിയ ആർക്കും ചെറിയവർക്കും ഉണ്ടാവുമല്ലോ. ഞാൻ അന്ന് വേണ്ടാന്ന് പറഞ്ഞപ്പോഴും എന്നോട് പറഞ്ഞത്, അവിടെ നഴ്സുമാർ പറഞ്ഞത്, മൂത്താൾക്കും വേണമെങ്കിൽ വരാലോ, നമുക്കും വരാലോ, ആർക്കും വേണമെങ്കിലും വരാലോ. പക്ഷെ എന്നാലും നമ്മൾ അറിഞ്ഞിട്ടത് ഒരു റിസ്ക് എടുക്കണ്ട. പിന്നെ എന്നെ കൊണ്ട് താങ്ങൂല എന്ന് തോന്നിയോണ്ടാണ്. ഇതിന് അത്ര ഒന്നും വന്നൊന്നുമില്ല, 25-30 ലക്ഷം ഒന്നും വന്നില്ല, ആ ഒരു ഇതിൽ വന്നുള്ളൂ. പറഞ്ഞതാണ് അവർ, മാക്സിമം പറഞ്ഞതായിരിക്കും. എന്തായാലും അവർ തന്നെ റെഡിയാക്കി ഇത്രയൊക്കെ തന്നു. ഇപ്പോഴും അവിടെ തന്നെ ചികിത്സ നടക്കുന്നുണ്ട്, ഉഷാറായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ 2025. അപ്പം ഞാൻ പിന്നെ ഫേസ്ബുക്കിലൊന്നും ഇടാണ്ടായി, വൈഫിനൊക്കെ പേടി, അന്ധവിശ്വാസമാണ്. എന്നാലും പറയുമ്പോൾ ഓരോരുത്തരും നമ്മൾ മാനിക്കണമല്ലോ, നമ്മളെ പാർട്ട്ണറല്ലേ, അപ്പോൾ അവരെയും കൂടി നമ്മൾ മാനിക്കണം. അപ്പോൾ ഞാൻ ഈ വീഡിയോസ് ഇടലും പരിപാടികളൊക്കെ കുറേ നിർത്തി. അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ പിന്നെ നമ്മളത് ചെയ്യുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ അതിങ്ങനെ കായ്ക്ക് കുശുമ്പ് കാര്യങ്ങളൊക്കെ തോന്നും, അല്ലെങ്കിൽ എന്താണ് അത് എന്നുള്ളൊരു, എനിക്കതിൽ വിശ്വാസമില്ല. എന്നാലും അതങ്ങനെ, അപ്പം അങ്ങനെ ഇപ്പോൾ ഇടലൊന്നുമില്ല. പിന്നെ ഇപ്പോൾ 1-ാം തീയതി ഇന്നിപ്പോൾ ഇവിടെ പണിയില്ല. ഞാൻ ഇവിടെ നമ്മളെ നാട്ടിലൊന്നും 1-ാം തീയതി ലീവില്ല, ഇവിടെ ഒക്കെ 1-ാം തീയതി ലീവാണ്. അപ്പോൾ 1-ാം തീയതി ഹോളിഡേ ആണ്. അപ്പോൾ ഞാനിങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ
മെസ്സേജ് ചെയ്യാന്നുണ്ടായിരുന്നു, ടൈപ്പ് ചെയ്യൽ നടക്കൂല. അപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്തു. ഇത് 10-20 മിനിറ്റ് ആയി. ഇപ്പം ആരും കാണാനൊന്നും പോണില്ല. കാണണമെന്നില്ല, എനിക്ക് കാണണ്ട, എനിക്ക് അവിടെ കിടന്നോട്ടെ. അപ്പം എൻ്റെ ഒരു നന്ദി, എൻ്റെ ഒരു പറയാൻ വേണ്ടി മാത്രം വന്നാണ്. പറഞ്ഞു വരുമ്പോൾ പിന്നെ എനിക്ക് പല ദേഷ്യങ്ങളും മറ്റുള്ള കാര്യങ്ങളും പറയാം. അപ്പം അത് ഈ ഒരു ന്യൂ ഇയർ ഒഴിവായി പോകണമെങ്കിൽ എല്ലാ കാര്യങ്ങളും കൊണ്ട് ഒഴിവായി പോട്ടെ. ഒഴിവായി പോവില്ല, അതിങ്ങനെ കെടുക്കുക, പ്രശ്നങ്ങൾ ഇനി ഇങ്ങനെ കെടുക്കുക. നമ്മുടെ കാര്യത്തിലൊക്കെ അവിടെ പ്രശ്നങ്ങൾ നടക്കുക. അതൊക്കെ നീ സംസാരിക്കണം, വരണം. അതിലെന്തെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ പറയാമല്ലോ, കേൾക്കണവർക്കും പറയാം, നാളെയുള്ള തലമുറകൾക്കും കാണാം. അല്ലെങ്കിൽ നാളെ അത് വരുന്ന തലമുറ, അടുത്ത തലമുറകൾക്ക് അത് ഒരു പിന്നെ ഒരു തെറ്റിദ്ധാരണ വരും. അത് ക്ലിയർ ചെയ്യണം. ഇനിയും വരും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ. അപ്പം എനിക്കിപ്പോൾ നിർബന്ധമാണ് ജീവിക്കേണ്ടത്, കാരണം അവർക്ക് വേണ്ടി ജീവിക്കണം. മക്കളുണ്ട്, 2 പേര്, വൈഫുണ്ട്. ഞാൻ ഇല്ലെങ്കിൽ അവൾ നോക്കും. അവൾക്കൊരു ഡിഗ്രി പി ജി ഒക്കെ ഉള്ള ആളാണ്. ഞാനിപ്പോൾ മരിച്ചു പോയാലും അവർ ജീവിക്കും, അവൾ പൂക്കോളും ജോലിക്ക്. അതാണെങ്കിലും ഉണ്ടെങ്കിൽ നോക്കണം. അപ്പം എന്തായാലും ഒരുപാട് പേരെ ഇതുമ്മലാണ് 2025 പോയത്. പ്രതീക്ഷിക്കാത്ത ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായി. ഒരുപാട് പേര് സഹായിച്ച് പറഞ്ഞതിൽ എല്ലാവരെയും പറഞ്ഞെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ഇപ്പം എല്ലാവരും സഹായം കൊണ്ട് ഒരാൾ ജനിച്ച് ഇപ്പോൾ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. നമ്മളെ സ്പോൺസർ ആണ് കുട്ടി. അതെ, എല്ലാവരെയും സ്പോൺസറായിട്ട് ഇപ്പോൾ കുട്ടി ജനിച്ചത്. ഞാനങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല. പക്ഷെ അറിഞ്ഞ് തന്നവരും സഹായിച്ചവർക്കൊക്കെ വലിയ നന്ദി. പൈസ ആയിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടൊക്കെ സപ്പോർട്ട് തന്നവർക്കും ഒക്കെ നന്ദി. 2025 ഇങ്ങനെയൊക്കെ ആയിരുന്നു. കുഴപ്പമില്ല, ഒരുപാട് കാര്യം പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് പൈസ സേവ് ചെയ്യുക, ഒരുപാട് നശിപ്പിക്കേണ്ട, ജീവിക്കണം, എന്നാലും നമുക്ക് പിന്നെ ജോലി കാര്യങ്ങളൊക്കെ വേണം. ജോലിയൊക്കെ ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ അന്ന് കഴിഞ്ഞ് പിന്നെ പോകുന്നതിന് ശേഷം 4 കൊല്ലം ഗൾഫിൽ, ഇവിടെ ഒരു 8 കൊല്ലമായി. ഇപ്പോൾ ഇവിടെ 10-12 കൊല്ലമായി പണിയെടുക്കണം. അപ്പം അങ്ങനെ ഞാൻ അതിനിടയ്ക്ക് വീടൊക്കെ വെക്കണം എന്നുള്ള ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ അത് നടക്കൂല. അതൊക്കെ ഇനിയിപ്പോൾ വരും, എല്ലാം വരും, ഇതുണ്ടെങ്കിൽ വരും. അപ്പോൾ നമ്മൾ പ്രയത്നിക്കാം. പിന്നെ എന്തൊട്ട് ഹെൽത്ത് ഇൻഷുറൻസ് പറഞ്ഞ് എടുത്ത് വെച്ചാൽ നല്ലതായിരിക്കും. ഏജ് ആകുമ്പോൾ ഒരു 30-40 വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും പണികളും ഞാൻ എടുത്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ പറഞ്ഞ പോലെ മോളെ ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നിപ്പോൾ ആൾ നോർമൽ ആവാണ്ട് ആഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെന്താ, സേവ് ചെയ്യാം, എന്തെങ്കിലും മ്യൂച്വൽ ഫണ്ട് FD കിട്ടുന്നത് കുറച്ച് മാസം സേവ് ചെയ്യാം. പിന്നെ എല്ലാവരും മനുഷ്യന്മാർ വേണം, സഹായത്തിന് ആരാ ഉണ്ടാവാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ എല്ലായിടത്തും ഒരു സോഷ്യലായിട്ടൊക്കെ നിൽക്കുക. ഇതും ഞാനിപ്പോൾ ഒരു ഇതിലിടണം. അപ്പം എല്ലാവരും ആരും കാണാൻ വേണ്ടി ഇരുന്നല്ല കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു മനസ്സ് തുറന്നതാണ്. അങ്ങനെ തുറക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായിട്ട് ഞാൻ വരും. എനിക്ക് ഇതേ ഉള്ളൂ, ഇവിടെ ഉള്ളൂ, നിങ്ങളേ ഉള്ളൂ സുഹൃത്തുക്കളായിട്ട്. അപ്പോൾ സോഷ്യൽ മീഡിയ തന്നെ ഉള്ളൂ എനിക്ക്. അപ്പം അത് ഞാൻ പറയും, എൻ്റെ കാര്യങ്ങൾ, ഞാൻ വളർന്നു വന്നതും ഞാൻ അനുഭവിച്ചതും, ഞാൻ ഇങ്ങനെ വെട്ടിപ്പിടിച്ചത് തന്നെ, ഞാനിങ്ങനെ ആയതും എൻ്റെ ഒരറ്റതും. അല്ലെങ്കിൽ ഞാനില്ല, എനിക്ക് അതിനുള്ള കഴിവ്, ഒരു ശക്തി ഉണ്ടല്ലോ, ശക്തി ഉണ്ട്. ഞാനത് കുറേ നിരീക്ഷണവാദവും അതും ഇതൊക്കെ പറഞ്ഞ് നടന്നിരുന്നതാണ്. ഒന്നുമല്ല, എന്തോ ഒരു ശക്തി ഉണ്ട്. അത് വിശ്വസിക്കാനാണ് നല്ലത്. അപ്പം നമുക്കൊരു സമാധാനം കിട്ടും. വലിയ പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് അവരേ ഉള്ളൂ. അപ്പം നമ്മൾ വിചാരിക്കും, ഇതില്ലെങ്കിൽ അടുത്തൊരു ലോകത്ത് സമാധാനം കിട്ടും. അങ്ങനെ ഒരു ചിന്തയിൽ നമുക്ക് ജീവിക്കാൻ പറ്റും. അപ്പം അങ്ങനെ ഒരു ശക്തി ഉണ്ട്. അപ്പം വെച്ച് നീട്ടണില്ല, ഞാൻ നിർത്തണം. അപ്പം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഈ കൊല്ലം എല്ലാവരും ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ജീവിക്കുക. പൈസ ഒക്കെ ഉണ്ടെങ്കിൽ, സാലറി ജോലിയൊക്കെ ഉള്ളവരാണെങ്കിൽ കുറച്ച് സേവ് ചെയ്യാം, ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാം. പിന്നെ എല്ലാവരും നമുക്ക് ആരണം സഹായം വരാമെന്നൊന്നും പറയാൻ പറ്റില്ല. ഒരുപാട് സഹായം കിട്ടി 2025. എല്ലാവരോടും നന്ദിയുണ്ട്. എല്ലാവരും ഈ നേരത്തെ പറഞ്ഞവരും ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരൊക്കെ കൂടിയുള്ള സഹായത്തുമ്പോൾ തന്നെയാണ് ഇപ്പം ഈ കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ അതിജീവിച്ചത്. അല്ലെങ്കിൽ ഞങ്ങൾ തന്നെ തീർക്കാന്നുള്ളൊരു ലെവലിലായിരുന്നു. പിന്നെ ലീവ് വന്ന് ഞാൻ അവിടെ നിന്ന് 3-4 മാസം അവിടെ നിന്ന് വൈഫിനെ നോക്കാൻ കൊടുക്കണം. അപ്പം ഞാൻ അവസാനിപ്പിക്കുന്നു കേട്ടോ. അപ്പം ശരി, ഞാൻ വരാം. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരും. ഇതിലെനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പം ശരി, താങ്ക്സ്.